ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇച്ചു വിത്ത് പാത്തൂസ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഞാൻ എടുക്കാൻ പോകുന്ന വ്ലോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി മിനി വ്ലോഗാണ്. വേറൊന്നുമല്ല, ഞാൻ കുറേ ദിവസമായിട്ട് ഇച്ചാൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് മന്തി കഴിക്കാൻ പോയാലോ. പക്ഷെ അവന് ടൈം കിട്ടാത്ത കാരണം നമ്മൾ അന്ന് പോയില്ല. സോ ഇന്ന് വൈകിട്ട് നൈറ്റ് നമുക്ക് മന്തി കഴിക്കാൻ പോകുന്ന പറഞ്ഞായിരുന്നു. അപ്പോ ഇന്ന് ഞങ്ങൾ മന്തി കഴിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട് ചങ്ങനാശ്ശേരിയില്. അപ്പോ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി കുഞ്ഞി വ്ലോഗ്. അപ്പൊ നൈറ്റ് ഫുഡ് വ്ലോഗ് ആണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇച്ച വന്നിട്ട് നൈറ്റ് മന്തി കഴിക്കാൻ പോവാം. അപ്പോ ഓക്കെ, നമ്മൾ ലാബിലെത്തി ടെസ്റ്റ് മേടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് മേടിച്ചോണ്ട് മന്തി കഴിക്കാനുള്ള യാത്രയിലായി. പോകുന്ന വഴിക്കാണെങ്കിലോ വെട്ടോ ഇല്ല, ഒന്നും ഇല്ല. ലാസ്റ്റ് ഞാൻ വെട്ടമുള്ള സ്ഥലം നോക്കിയിട്ടാണ് വീഡിയോ എടുത്തത്, ഒരു വെട്ടമുള്ള ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും വെച്ചാൽ ഇങ്ങനെ ഒത്തിരി സംസാരിച്ച് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നൈറ്റ് ഹസ്ബൻഡായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ മന്തി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ആദ്യമേ ഓർമ്മ വരുന്ന ഒരു മന്തിക്കടയാണ് തബൻ യമനി മന്തി. അങ്ങനെ ഗൈസ്, നമ്മൾ തബൻ യമനി മന്തിയിൽ വന്നു. ഗൈസ്, ഇവിടുത്തെ മന്തി എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത മന്തിയാണ്, അടിപൊളി മന്തിയാണ്. നമ്മളെപ്പോൾ മന്തി കഴിക്കണമെന്ന് തോന്നുമെങ്കിലും ഫസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മൾ സൊമാറ്റോയിൽ ഓർഡർ ആക്കുന്നത്. സ്ഥിരം കസ്റ്റമേഴ്സാണ് ഞങ്ങളിവിടുത്തെ. അങ്ങനെ ഗൈസ്, ഇച്ച മന്തി മേടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ എടുക്കാൻ നിൽക്കുകയാണ്. കുറേ ആൾക്കാരിങ്ങനെ ഓർഡർ വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അധികം ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ ഞാനും ഇച്ചായും ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചാടോ നിന്ന്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല. ഞങ്ങളിവിടെ എപ്പോഴും വന്നാലും ഏറ്റവും ബാക്കിലാണ് ഇരിക്കൽ, പക്ഷേ നമുക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഇത്തവണ കിട്ടിയില്ല. അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. സോ നമ്മളിവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് ആൾക്കാരുള്ളെങ്കിലും ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, അന്യ ടേസ്റ്റാണ് ഇവിടുത്തെ മന്തി. ഞങ്ങളിവിടുത്തെ അഡിക്റ്റഡാണ്. പിന്നെ എനിക്കിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തില്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് അവനെ കൊണ്ട് എടുപ്പിക്കണം. എവിടെ പോയാലും എനിക്ക് അങ്ങനെയൊക്കെ എടുപ്പിക്കണം. എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളൊരു മൈൻഡുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുപ്പിച്ചു. നമുക്ക് നമ്മുടെ ഹസ്ബൻഡായിട്ട് കിട്ടുന്ന ആ ഒരു പ്രൈവസി ഉണ്ടല്ലോ, ആ ഒരു പ്രൈവസി നമുക്ക് അവരായിട്ടിരിക്കാൻ കിട്ടുന്ന ആ സമയം അതൊത്തിരി ഒരു വിലപ്പെട്ട ഒരു സമയം തന്നെയാണ്. അങ്ങനെ ഞാൻ ഉച്ചയും ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് മന്തി വന്നിട്ടുണ്ട്. ഞങ്ങൾ പെരി പെരി ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ആദ്യമേ ചിക്കൻ പീസൊക്കെ എടുത്ത് പാത്രത്തിൽ വെച്ച് അവൻ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ ഞാനും മയോണീസൊക്കെ ഇങ്ങനെ എടുത്ത് വാരി ഒഴിച്ച് ഞാനും മന്തി കഴിക്കാനുള്ള പുറപ്പാടിലായി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൻ പാത്രത്തിൽ ചിക്കൻ എടുക്കാൻ വേണ്ടി നോക്കി. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മന്തി കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഹോട്ടലൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല, നമ്മളൊന്ന് വാരി വലിച്ചങ്ങനെ തിന്നും. പിന്നെ നമ്മൾ മന്തി ഇങ്ങനെ മയോണീസൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചിട്ട് നമ്മളെന്താണ് നമ്മുടെ ചിക്കൻ പീസ് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മുടെ ചോറിലിങ്ങനെ വെച്ച് അതിങ്ങനെ വായിക്കിലോട്ട് വയ്ക്കണം. നമുക്കുണ്ടല്ലോ ഈ മന്തി കഴിക്കുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ഒരു ഫുഡ് കഴിച്ചാലും കിട്ടൂല. അങ്ങനെ ഞാൻ കഴിച്ച് തീർത്തു. ഇച്ചായും രണ്ടാമത് മന്തിയൊക്കെ മേടിച്ച് കഴിച്ചു. എനിക്ക് PCOD ഉള്ളതാണ്, ഒത്തിരി കഴിക്കാനൊക്കത്തില്ലായിരുന്നു. സോ ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇച്ച കുറേ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലോട്ടൊക്കെ വന്നു. അപ്പോൾ വന്നപ്പോഴാണ് അതേ ഞാൻ ഈ മിറർ കണ്ടത്. ഈ മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തില്ലേ, എന്തോ പോലെയാണ്. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇച്ച വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. ബൈ.